നിന്റെയും വിഷ്ണുവിന്റെയും ജീവിതത്തിലേക്ക് സത്യ കടന്നു വരാത്ത രീതിയിൽ സത്യയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. മോളെ, സത്യയുടെ പേരിൽ നല്ലൊരു തുക ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തോളാം. വളർന്നു വലുതായ അവളുടെ വിവാഹ ചെലവ് അടക്കം ഞാൻ വഹിക്കും. മോളെ, അതുകൊണ്ട് അവളുടെ കാര്യോർത്ത് നീ വേവലാതിപ്പെടണ്ട. ഈ വീട്ടിൽ മഹാറാണിയെ പോലെ നിനക്ക് കഴിയാം. മോളെ, നീ ഇപ്പൊ വിഷ്ണുവിനെ കുറിച്ച് ചിന്തിക്കേ. അവന്റെ സന്തോഷം അത് നീ ശ്രദ്ധിച്ചില്ലേ? മോളെ, നീയായിട്ട് അത് കെടുത്തരുത്. അല്ല, അവന്റെ മാത്രമല്ല, ഈ വീട്ടിലുള്ള ആരുടെയും. അല്ല, നമ്മളിവിടെ കളിച്ചു നിന്നാ മതിയോ? പപ്പിയുടെ അച്ഛന്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി കൂടണ്ടേ? അത് നമുക്ക് സമയമാകുമ്പോ പോവാ സത്യ. അതെ, അവിടെ എല്ലാരും സംസാരിച്ചോണ്ടിരിക്കുകയായിരിക്കും. നമുക്ക് ബോറടിക്കത്തേ ഉള്ളൂ. ആ, അത് ശരിയാ. എല്ലാവരും അറിയാൻ വേണ്ടി പറയാ, ചില തീരുമാനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതെന്റെ മോന് വേണ്ടി ഞാൻ ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ തന്നെയാ. കാരണം എന്റെ സന്തോഷം എന്ന് പറയുന്നത് എന്റെ മോന്റെ സന്തോഷ. അവന്റെ സന്തോഷം എന്ന് പറയുന്നത് അവൻ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന അവന്റെ പെണ്ണിന്റെ സന്തോഷം. ശാലിനിയുടെ കാര്യം എനിക്കറിയില്ല. എങ്കിലും ഏതൊരു പെൺകുട്ടിക്കും സന്തോഷം തരുന്ന കാര്യമാണ് ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത്. സത്യാമ്മ എല്ലാരും ഞെട്ടിക്കാൻ വേണ്ടി എന്തൊക്കെയോ കരുതിയിട്ടുണ്ടെന്നൊക്കെ മനസ്സിലായി. വർഷങ്ങൾക്ക് മുൻപ് എന്നെ ഈ വീട്ടിലേക്ക് വിവാഹം ചെയ്തുകൊണ്ടുവരുമ്പോ നിധി പോലെ കാത്തുകൊള്ളെന്നും പറഞ്ഞ് രാഘവേട്ടന്റെ അമ്മ എന്റെ കയ്യിൽ ഏൽപ്പിച്ച ഈ വീടിന്റെ താക്കോല ഇത്. ഇനി ഇത് സൂക്ഷിക്കേണ്ട അവകാശി ഞാനല്ല, എന്റെ വിഷ്ണുവിന്റെ ഭാര്യയായ ശാലിനിയ. ഇത് ഒഴിഞ്ഞു കൊടുക്കേണ്ട സമയം അതെനിക്കറിയാം. പുതിയ തലമുറയ്ക്ക് മാറിക്കൊടുക്കേണ്ട ഒരു കസേര, അത്രേ ഞാനിതിനെ കാണുന്നുള്ളൂ. മോളെ, സ്നേഹത്തോടെ ഇത് വാങ്ങിക്കേ.